മീൻതലയ്ക്ക് വേണ്ടിയായിരിക്കും എല്ലാം കൂടെ ഈ പട്ടിയിലാണ് വന്നിരിക്കുന്നത്. അപ്പുറത്തെ പട്ടി ആണ്ടേ അവിടെ അർത്ഥം ഇപ്പോൾ നിൽപ്പുണ്ട്. പട്ടിയും പൂച്ച എല്ലാം ഉണ്ട്. എന്നെ ഇരിക്കുന്നേ വീട്ടിൽ പോക്കോ, വീട്ടിൽ പോ ചെല്ല്. പോന്നില്ലേ? കറുത്തവുണ്ട്. ഇടത്തേ പോയിട്ട് വന്നാ അവരുടെ വഴി കുഴയുടെ കമ്പി ഒടിഞ്ഞു പോയി. ഓടിച്ചില്ലേ, കമ്പി പൊട്ടിപ്പോയി. കമ്പി മഴയൊക്കെ പെയ്യുന്നു. പൊക്കോ അകത്ത് വഴി നിൽക്കും അത് മീനിന് വേണ്ടി. ആ അപ്പുറത്തെ വീട്ടിലേ അല്ലേ രണ്ടും? അപ്പുറത്തെ വീട്ടിലെ പട്ടിയല്ലേ ഇത്? മഴ ചരിച്ചാ വീണത്, അതാ ഈ വെള്ളം വീണേ. എന്നാണ് ഇങ്ങനെ നോക്കുന്നേ? നീ ഇത് മീൻതല ഇന്നിട്ടേ പോകത്തുള്ളൂ? 2 പട്ടിയുണ്ട്, 2 പൂച്ചയുണ്ട്, 3 തലയുണ്ട്. ഇവിടെ ആണെങ്കിൽ ഇവർ തിന്നാൻ പോകത്തില്ലെന്നും പറഞ്ഞ് വഴി ഇപ്പുണ്ട് കടറോടെ. കപ്പയും വന്ന് വെള്ളമെല്ലാം കയറിയപ്പം പറിച്ചെടുത്തായിരിക്കും. എന്നാണ് ഇവിടെ നിൽക്കുന്നത്? ഇവിടെ ഇട്ട് കൊടുക്കണ്ട. ബാ നീയും ബാ ബാ എല്ലാം ഇറങ്ങി. ഇന്നൊരു കടി ഉണ്ടാക്കും മിക്കവാറും ആ പട്ടിയായിട്ട്. വേണ്ടേ അത് പോയി തിന്നാതെ അവിടെ നിൽക്കുക. പോയി തിന്ന്, പോയി തിന്ന് ചെല്ല്, പോയി തിന്നാൻ. ആ അത് തിന്നാതെ നിൽക്കുന്നുണ്ടോ? അത് ഞാൻ പോവാ ഓ. കിടത്ത വരെ പോയതാ, ഓടി പോവാ. മീൻതല ഇല്ലടാ, 3 എണ്ണേ ഉള്ളായിരുന്നു. ആ പൂച്ച തിന്നു, പൂച്ചയ്ക്ക് കൊടുത്ത്. നിൽക്കണ്ട അവിടെ. അതിനെ കാണാൻ നല്ല ഭംഗിയാണ് കറുത്തേനെ. ചോറിന്നായിരിക്കും ദേഹത്ത്. കുളിക്കണം. രണ്ടോട് അവിടെ കറങ്ങി നിൽക്കുക. മീൻ തല ഇന്നാതെ പോകത്തില്ലെന്ന് 2 എണ്ണം. അതാ വാ. അതിനെ ദേഹം ചൊറിയുന്നു. രാവിലെ ഒന്നും കഴിച്ചില്ലേ? അതിന് തിന്നാനില്ല. മത്തിയായിരുന്നെങ്കിൽ 2 കാലം കൊടുക്കാമായിരുന്നു. ഇതാണ്ടാ പൂച്ച വരുന്നു. വേണ്ട പൂച്ച വരുന്നു. വേണ്ട അകത്തോട്ട് പോയത്.
4 കിലോ 100 രൂപയില്ലേ കപ്പയ്ക്ക്? നിങ്ങൾക്ക് മീന്തലില്ലടാ, പൊക്കോ. ഇല്ല നിങ്ങൾക്ക് മീന്തല. അല്ല 2 എണ്ണത്തിന് ഇട്ട് കൊടുത്തേക്ക്, അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്ക്, അല്ല ഇന്ന് പിടുത്തം ഉണ്ടാവും. ആണ്ടേ അവിടെ ഇവിടെ ആയിട്ട് അത് ഒരുമിച്ചിട്ട് കൊടുത്താണല്ലോ എല്ലാം കൂടെ. നിനക്ക് അത് അടുപ്പിക്കത്തില്ല, വിഷമിരിക്കുകയല്ലേന്നും പറഞ്ഞ് കൊടുക്കുമ്പോ അങ്ങോട്ട് അത് മൊത്തം തിന്നോണ്ട് പോയി മൊത്തം. ആ പൂച്ചടക്ക് നല്ല അടി കിട്ടും. ഇത് മാന്തോന്നേ പൂച്ച നഖ കിട്ടും. കണ്ട അതവിടെ പോയി നിൽക്കുക. ബാങ്ങ് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടോ പോയി തിന്നത്, മൊത്തം തിന്ന് തീർത്തത്. കണ്ടേ ഇത് തിന്നുന്നു. അത് മൊത്തം തിന്ന് തീർത്ത്, ഇതിന് മാത്രം ഒന്നുമില്ല. നീ പോയി തിന്നാൻ തന്നെ. ആ അതാണ് തിന്ന് മൊത്തം പൊളിപ്പിച്ചത്. അവൾക്ക് മാത്രമില്ല, അവൾക്ക് മാത്രം കിട്ടിയില്ല. അതേണ്ടതേ പടി ഉണ്ടാവും. അത് തിന്ന അതിൻ്റെ കൂടെ പോയി ആ പട്ടി പോയി തിന്ന്. ഇത് വരുന്നുണ്ട്. ഇത് വേണ്ട കടിയൊന്നും ഉണ്ടാക്കരുത്. ഒരു ശകലമായിട്ട് കിട്ടിയെന്ന് തോന്നുന്നു അതിന്. അതങ്ങോട്ടങ്ങ് പോയി തിന്നിട്ട്. മൂന്ന് നിലയേ ഉള്ളായിരുന്നില്ലേ? ഇത്ര എണ്ണമുണ്ട്. 2 പട്ടിയുണ്ട്, 3 പൂച്ചയുണ്ട്. ആണ്ട 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 അടി ഉണ്ടാക്കി. ആ കവർ കടിച്ചോണ്ട് പോകുന്നു. അതിങ്ങനെ എല്ലാം തിന്നാൻ വേണ്ടി ഇരിക്കുകയല്ലേ. എന്നാ കിട്ടിയില്ലേ മീന്തല? എല്ലാത്തിനും വേണ്ട വേണ്ടേ. പിന്നെ അടി ഉണ്ടാക്കും. പൊക്കോ പൊക്കോ തിന്നു ഇനിയില്ല. അതിന് മാത്രം കാര്യമായിട്ട് ബാക്കിയൊക്കെ തിന്ന് അതുകൊണ്ട് അത് വെച്ചിട്ട് തിന്ന്. അതാണെങ്കിൽ ഇതിൻ്റെ കൂടെ വന്ന് തിന്ന് ഈ പൂച്ചയുടെ കൂടെ. കഴിച്ചു കഴിഞ്ഞ് എല്ലാം പൊക്കോ ചെല്ല്. അങ്ങനെ പോകത്തില്ല, മണം പിടിച്ചിരിക്കുക പട്ടി. വേണ്ട ഇപ്പം ആ കവർ വരെ കടിച്ചോണ്ട് പോകുന്നു. കൊള്ളാം. എന്നാൽ അധികം വീട്ടിൽ കിടക്കേണ്ട വരത്തില്ല, ആശുപത്രി തന്നെ പോവാം. അവർ പറയുന്ന കാര്യം ചെയ്തില്ലെങ്കിൽ പിന്നെ വലിക്കില്ലെന്ന് പറഞ്ഞു. പൊക്കോ അത് പൊക്കോ, മഴ പെയ്യാൻ പോവാ. നിങ്ങളെല്ലാം പൊക്കോടാ. പോത്തില്ലേ? മത്തിയല്ലോ ആയിരുന്നെങ്കിൽ എല്ലാത്തിനും കൊടുക്കാമായിരുന്നു. മത്തിക്ക് ഇപ്പം എത്ര രൂപയാ? മത്തിക്ക് 200, 230 ഒക്കെ ആയിരിക്കും.
മീൻ്റെ മണം അടിച്ചിങ്ങോട്ടോ ഒന്നും പോവാതെ നിൽക്കുന്നേ. എന്താ കൊള്ളത്തില്ലായിരുന്നു അത് 250 കണ്ടോണ ഞാൻ അങ്ങനെ പറഞ്ഞു. വെള്ളം ഇച്ചിരി കുറവുണ്ട്. എന്തായാലും എൻ്റെ വീഡിയോ ഇങ്ങനെ നിർത്തുവാണേ. പിന്നെ എല്ലാവരും മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദം സേറ വ്ളോഗ്സ് മറക്കരുത് കേട്ടോ. വെള്ളം ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞ ദിവസത്തേക്കാളും. ഇവിടം വരെ ഉണ്ടായിരുന്നു, ഇപ്പം അത്രയും കുറഞ്ഞു. പേരയ്ക്ക